മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ എല്ലാ നല്ല അവസരത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീസസ് ഇസ് അലൈവ് കാൽഗറിയുടെ ഈ ചർച്ചിൽ കഴിഞ്ഞ 2 ദിവസം നമുക്ക് ഡേയ്സ് ഓഫ് ഗ്ലോറിയും ഇന്ന് നമുക്ക് സൺഡേ സർവീസുമായിട്ട് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ക്യാപ്റ്റൻ രാജേഷ് ഡാനിയലിനും കുടുംബത്തിനുമായിട്ട് സ്തോത്രം, ഇതിൻ്റെ എല്ലാ ലീഡേഴ്സിനായിട്ട് സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഒരു ചെറിയ കൂട്ടമായിട്ട് ബാംഗ്ലൂരിൽ തുടങ്ങിയതാണ്. ഇന്ന് ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കിയ ചർച്ചാക്കി പരിശുദ്ധാത്മാവ് മാറ്റിയത്. അതുകൊണ്ട് എപ്പോഴും ചെറിയ ബിഗിനിങ്സ് ഒരിക്കലും ഒരു പരാജയമല്ല. പക്ഷെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക, ദൈവ സാന്നിധ്യമുള്ള ചർച്ചായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പട്ടണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുക, പട്ടണത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുക. അപ്പോൾ തന്നെ കർത്താവ് ഈ ചർച്ചിനെ ഒത്തിരി ധാരാളമായിട്ട് ബ്ലെസ് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. യെശയ്യാവ് 43:7 വാക്യം, ഐസയ്യ 43 and verse number 7. യെശയ്യാവ് 43:7. ക്യാപ്റ്റൻ രാജേഷ് ഡാനിയൽ ഇൻട്രഡക്ഷനിൽ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ പ്രാർത്ഥനകൾ മാറി, പ്രാർത്ഥനകളുടെ രീതി മാറി. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളിലൂടെ ചെയ്യാനായിട്ട് കഴിയുന്നത്. വചനം കേൾക്കുക മാത്രമല്ല, വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നവരായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, നമുക്ക് ജീവിക്കുവാൻ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന അറ്റ്മോസ്ഫിയറാണ് ദൈവത്തിൻ്റെ മഹത്വം. ആ മഹത്വത്തിൻ്റെ തലത്തിൽ ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഐസയ്യ 43:7 ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, എവരിവൺ ഹു ഇസ് കോൾഡ് ബൈ മൈ നെയിം I have created for my glory, I have formed him, yes, I have made him. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും എന്ന് ബൈബിൾ പറയുന്നു. നമ്മെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണ്. ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഈ മൊബൈൽ ഫോൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മൊബൈലായിട്ട് ഉപയോഗിക്കാനാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് വെച്ച് വേറൊരാളുടെ തലക്കിട്ടും വേണമെങ്കിലും അത്യാവശ്യത്തിന് ഒരെണ്ണം കൊടുക്കാമെങ്കിലും പ്രൈമറി പർപ്പസ് ഓഫ് ദ ക്രിയേഷൻ ഇസ് ഫോൺ. പലപ്പോഴും നമ്മുടെ ലൈഫ് ഫുള്ളി ബ്ലെസ്ഡ് ആകാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ ക്രിയേഷൻ എന്തിനാന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്ലോറി റലത്തെക്കുറിച്ച് കേട്ടത് കൊണ്ട് തന്നെ ബൈബിൾ പറയുന്നു, നമ്മെ ഏവരെയും കർത്താവിൻ്റെ നാമത്താൽ വിളിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, ഈ ഭൂമിയിലും വരുവാനുള്ള ഭൂമിക്കകത്തും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ്. ടു മാനിഫെസ്റ്റ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. അതിനാവശ്യമായൊരു കാര്യമായിരുന്നു റെലം ഓഫ് ഗ്ലോറി. ഞാൻ അത് ആദ്യത്തെ ദിവസം പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്താലുള്ള രൂപാന്തരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വെയിൽ മാറിയത് പറഞ്ഞു. ഏറ്റവും അവസാനം ഞാൻ അത് പറഞ്ഞു നിർത്തിയത്, നമുക്കൊരു ഇൻഹെറിറ്റൻസ് ലഭിക്കുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ വീടിൻ്റെ കഥ നിങ്ങളാരും മറക്കത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്നത്, ഇൻഹെറിറ്റൻസ് ആയി കിട്ടുന്നതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. 4 റിച്ചസിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. റിച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം anyone who doesn't understand Malayalam? Everyone understands Malayalam? Okay. I'll bring in English also. So Ephesians chapter 1 and verse number 18. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, that the eyes of your understanding may be enlightened, that you will know the hope of your calling and what are the riches of his inheritance in saints എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. മലയാളത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ്? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ തൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം, മഹത്വത്തിൻ്റെ ധനം. എൻ്റെ കൂടെ ചേർന്ന് പറയാം, മഹത്വത്തിൻ്റെ ധനം. പോക്കറ്റിൽ ഡോളറുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഡോളർ ഇല്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ടോ? എൻ്റെ കർത്താവേ, ഇവർക്കൊക്കെ ഡോളറുകൾ കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഡോളർ ഉള്ളപ്പം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളപ്പോൾ, ലെറ്റ്സ് ടേക്ക് ക്രെഡിറ്റ് കാർഡ്, നമുക്ക് എവിടെ പോയാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് ജീവിക്കാനൊക്കെ. ആം ഐ റൈറ്റ്? യു അഗ്രി വിത്ത് മീ വേർ എവർ യു ഗോ. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഒന്നും US വരുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഇല്ല. ഇന്ന് എന്നെ ആരും US റിസീവ് ചെയ്തില്ല എങ്കിലും എനിക്ക് ആ രാജ്യത്തിൽ പോയാൽ ജീവിക്കാൻ ഒക്കും എന്നെനിക്കറിയാം. ബിക്കോസ് എൻ്റെ കയ്യിൽ റിച്ചസ് ഉണ്ട്, റിച്ചസ്. ഇതുപോലെ ഈ ഭൂമിയിൽ വിജയകരമായി നിങ്ങൾക്ക് ജീവിക്കുവാൻ
ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിംഗ് ആണ് റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി, തൻ്റെ മഹത്വത്തിൻ്റെ ധനം. വിശ്വസിക്കുന്നെങ്കിൽ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കനേഡിയൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്സാഹത്തിന് വേണ്ടി പറയാം. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ US വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ഒരു മീറ്റിങ്ങിൽ ഒരു പാസ്റ്റർ വിളിച്ചു, ഹോസ്റ്റ് ചെയ്തു. അദ്ദേഹം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. പക്ഷേ ടിക്കറ്റ് എടുത്ത് തന്നപ്പോൾ ബാഗ് ആഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനും അറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി. ഈ എയർപോർട്ടിൽ പോകുന്നതിന് തൊട്ട് മുൻപേ ഞങ്ങളൊരു വെസ്റ്റേണറിൻ്റെ മീറ്റിംഗ് പോയി അറ്റൻഡ് ചെയ്തു. ഈ വെസ്റ്റേണറിൻ്റെ മീറ്റിംഗ് പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഞാനും ചാണ്ടി പാസ്റ്ററുമാണ് കൂടെയുള്ളത്. ഞങ്ങളുടെ കയ്യിൽ അതുവരെ കിട്ടിയ എല്ലാ ഡോളറും വിശ്വാസത്തിൽ വിതച്ചു. അപ്പോൾ കയ്യിൽ ഡോളറും ഇല്ല. എയർപോർട്ടിലെത്തിയപ്പോൾ പെട്ടി ആഡ് ചെയ്യണം, പൈസയുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമ്മളവിടെ സ്റ്റക്കാണ്. നമ്മുടെ ടിക്കറ്റ് ഉണ്ട്, നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട്, പക്ഷെ കയ്യിൽ പൈസയില്ല. അപ്പോൾ എങ്ങനെയോ പാസ്റ്റർ പിന്നെ സംഘടിപ്പിച്ച് പൈസ തന്നു. പൈസ തന്നപ്പോൾ എയർപോർട്ടുകാർ പറയാണ്, ഇവിടെ ഞങ്ങൾ ക്യാഷ് സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ആ കാലത്ത് ഞാൻ ക്രെഡിറ്റ് കാർഡിനെതിരായതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ജീവിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല, പൈസ കയ്യിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തപ്പോൾ. സോ വി ഗെറ്റ് സ്റ്റക്ക് ഇൻ ലൈഫ് വെൻ വി റിയലി ഡോണ്ട് ഹാവ് ദ റിച്ചസ് വിച്ച് ക്യാൻ ബൈപാസ് ദാറ്റ് സിറ്റുവേഷൻ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനെയും ബൈപ്പാസ് ചെയ്യുവാൻ കനേഡിയൻ ഡോളേഴ്സ് അല്ല നിങ്ങൾക്ക് ആവശ്യം, ദൈവത്തിന്റെ തേജസ്സിന്റെ ധനമാണ്. വിശ്വസിക്കുന്നെങ്കിൽ കമോൺ, വായ്കളെ തുറന്ന് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ റിസീവ് ദ റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി, റിസീവ് ദ റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. ഷെബ്രാറ്റ ലബ്രഖബ്രാസിയാംതെ റെബിയ സെറ്റി റിബിയാംഷോ ലെബ്രാകാറ്റ നബ്രെ സിറ്റൂരിയാംഷോ ഷബാറ്റി അബറബഖസിറ്റിയാംദ്രെ ലെബ്ര സബ്രാറ്റി ലെഗ്രാസിയാംതോ റെബന ഷിബോറ്റി ലെബ്രാസിയാംതെ labraka sabrata raboni amdre rebana kasiam to labro shibritiose. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട് എന്താണ് ഈ റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. അതിന് തൊട്ട് മുന്നത്തെ വാക്യം പോകണം. നിങ്ങൾ ആ വേഴ്സ് വ്യൂ അങ്ങനെ ഇട്ടിരുന്നാലും കുഴപ്പമില്ല, സോ ദാറ്റ് വി ക്യാൻ ഷിഫ്റ്റ് വ്യൂവേഴ്സ്. തൊട്ട് മുന്നത്തെ വാക്യം 17ാമത്തെ വാക്യം 17th വേഴ്സ്. 17ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവെന്നാണ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് മഹത്വത്തിന്റെ പിതാവെന്നാണ്, ഫാദർ ഓഫ് ഗ്ലോറി എന്നാണ്. മഹത്വത്തിന്റെ പിതാവ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നൽകും. എന്താണ്? തന്നെ കുറിച്ചുള്ള പരിജ്ഞാനവും ജ്ഞാനവും വെളിപ്പാടിന്റെയും ആത്മാവ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്റിമസിക്കകത്തേക്ക് വരണം. ഇന്റിമസിക്കകത്തേക്ക് വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്, ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വന്നാൽ പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് ആരെക്കുറിച്ചാണ് കൂടുതലായിട്ട് അറിയാവുന്നത്. ചിലരുടെ വീട്ടിൽ പോയാൽ എൻസൈക്ലോപീഡിയയുടെ ബഹളമാണ്. സ്പേസിന്റെ എൻസൈക്ലോപീഡിയ, അതിന്റെ എൻസൈക്ലോപീഡിയ, മറ്റതിന്റെ എൻസൈക്ലോപീഡിയ. ഇതൊന്നും വായിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ ഇതൊന്നും കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുവാനായിട്ട് ഒക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ജിജു ബ്രദറിന്റെ ഇളയ മകൾക്ക് കാൽക്കുലസിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ കാൽക്കുലസിന്റെ പരീക്ഷ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, കാൽക്കുലസ് പഠിച്ചിട്ടുള്ള എല്ലാവരും കരം ഉയർത്തിക്കുക. D/Dx പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? എന്ത് കഷ്ടപ്പെട്ട് പഠിച്ചതാ. ലോഗ് ബുക്കുമായിട്ട് പരീക്ഷയ്ക്കകത്ത് പോയി ലോഗരിതം പഠിച്ചു. എവിടെയെങ്കിലും ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? അന്ന് പഠിച്ച ഹിസ്റ്ററിയും ജോഗ്രഫിയും എവിടെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? പോട്ടെ, സയൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടോ വേണ്ടതുപോലെ? അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ പണ്ട് പഠിച്ചതൊന്നും യാതൊരു പ്രയോജനമില്ലാത്തവരെ പോലെ നമുക്ക് തോന്നുന്നു. കാരണം അത് ലിമിറ്റഡ് നോളജ് ഓഫ് ദ വേൾഡാണ്. അന്ന് പറഞ്ഞ തിയറി അല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ആയിരിക്കണം എന്നില്ല 10 വർഷം കഴിഞ്ഞ് പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു കർത്താവ് നിങ്ങൾക്കൊരു മഹത്വത്തിന്റെ ധനത്തെ തരും. 3 ആത്മാക്കളുണ്ട്: the knowledge, wisdom and revelation. Spirit of knowledge, spirit of wisdom, spirit of revelation. Come on, നിങ്ങളുടെ ആദ്യത്തെ ധനം ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയുക എന്നുള്ളതാണ്. The biggest riches that you have is to know about this almighty God. Come on, if you're understanding the power of knowing about him, speak in tongues and receive in the name of Jesus. സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ഓ റബന ശബ്രകാത ലബ്രാസിയാംതെ റബന സിയാംതെ ലെബ്രോ സബ്രാതെ ലെഗ്രാസദാരിയാംസ് റബന സിയാംതെ ലെബ്രോ ശബ്രാതെ ലെഗ്രാസിയാംതെ ഷെബ്രിയാതെ ലെബ്രാ സിബ്രിതി ലെഗ്രാസിയാംതെ ശബാനിയാംതെ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ പൗലോസിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് പഠിക്കണം. ഇപ്പോൾ പ്രാർത്ഥന മാറി എന്ന് പറഞ്ഞു. പൗലോസ് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, നമ്മുടെ രീതിക്കേ അല്ല പ്രാർത്ഥിച്ചത്. പൗലോസിന്റെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് 1 and verse number 9.
അതുകൊണ്ട് for this cause since we did not pray that we might be okay, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതിന്റെ അടുത്ത വാക്യം കാണിക്കാം മലയാളത്തിൽ. It should be in the 10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും തന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ വളരണമെന്നും പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന ഉപദേശമാക്കിയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയേനെ. യു സീ ദോസ് വേർഡ്സ്. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ടോ? പൗലോസ് പറയുന്നത് എല്ലാവരും വെള്ളം ഇട്ടുകൊണ്ട് വരണം എന്നല്ല. പൗലോസ് പറയുന്നത് എല്ലാവരും മീശ എടുക്കണം എന്നല്ല. പൗലോസ് പറയുന്നത് എല്ലാവരും തലയിൽ സ്കാർഫ് ഇടണം എന്നല്ല. പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സകല നല്ല പ്രവൃത്തികളിലും നിങ്ങൾ തികഞ്ഞു വരും. കമോൺ, വിശ്വസിക്കുക. തിരിയട്ടെ, മലയാളം ചർച്ചകൾ തിരിയട്ടെ, കർത്താവിന്റെ ഹൃദയം അറിയട്ടെ, കർത്താവിനെ അറിയട്ടെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നും വിശുദ്ധി പുറമേ കാണിക്കുന്നതിൽ നിന്നും കർത്താവിന്റെ പൂർണ്ണ ഇഷ്ടത്തെ തിരിച്ചറിയുന്ന പുത്രന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യെസ്, അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തെ കൂടുതലായിട്ട് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായിട്ട് ദൈവത്തെ പ്രസാദ്, that you will walk worthy of the Lord. പൂർണ്ണ പ്രസാദ്, കർത്താവിന് യോഗ്യമാം വണ്ണം. കർത്താവിന് യോഗ്യമായ വണ്ണം പുറമേ അല്ല. There is no verse in the New Testament to substantiate it. You know, when you bring up a theory, there has to be a verse in the Bible to substantiate. There is absolutely no verse in the New Testament. പുതിയ നിയമത്തിൽ absolutely no verse. It is all about your inner man. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കുറിച്ചാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, the knowledge of his will. ഈ ഇഷ്ടം തിരിച്ചറിയാത്തത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട ജീവിതം പരാജയ ജീവിതത്തിന് വേണ്ടിയിട്ട് വിളിച്ചതല്ല. ജയിച്ച് ജയത്തിൽ നിന്നും ജയത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ പരാജയപ്പെടുന്നത്? എത്ര പേരാ എന്നോട് പറഞ്ഞ്, പാസ്റ്റർ ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ടു അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. യു നോ വൈ? ബിക്കോസ് കർത്താവിന്റെ പൂർണ്ണ ഇഷ്ടം അവർക്ക് പിടികിട്ടിയില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ തെറ്റുകളെ തിരുത്തണം. നമുക്ക് തിരിച്ചറിയാൻ നോക്കണം, കർത്താവ് ഇന്ന് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു, കർത്താവ് എൻ്റെ മക്കളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു. നമ്മൾ ലിവ് ചെയ്യുന്ന വേൾഡ് ഭയങ്കര പ്രഷറിലാണ്, പിയർ പ്രഷറാണ്. കസിൻസ് എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, അപ്പുറത്തെ നെയ്ബറിന്റെ മോൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറോ, എന്നാൽ പിന്നെ എൻ്റെ കുഞ്ഞൻ ഡോക്ടറാണ്. നോ, ഈ സിസ്റ്റത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഓരോ നിമിഷവും കർത്താവിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയുവാനുള്ള ഡിവൈൻ റെവലേഷനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ദിസ് ഇസ് ദ റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനമാണ്. ഒരു വലിയ കറൻസിയാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത്. ഒരു വലിയ കറൻസിയാണ്, ഒരു വലിയ കറൻസിയാണ്, ഒരു വലിയ കറൻസിയാണ് പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. ഒരു വലിയ കറൻസിയാണ് പരിശുദ്ധാത്മാവ് ദൈവം നൽകുന്നത്. ഒരു വലിയ കറൻസി. ചെറിയ കാര്യത്തിന്റെ അകത്ത് പോലും ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് അറിയാൻ പറ്റണം. ചെറിയ കാര്യത്തിന്റെ അകത്ത് പോലും. എൻ്റെ ഒരു അസോസിയേറ്റ് പാസ്റ്ററിന് കഴിഞ്ഞ ദിവസം തീരെ സുഖമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡെങ്കി ഫീവർ ആണെന്ന് കൺഫേം ചെയ്തു. പ്ലേറ്റ്ലെറ്റ് ഡൗൺ ആയി 72ലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹത്തിൻ്റെ പേരൻസും ഇൻലോസും മാർത്തോമക്കാരാണ്. അവർ വലിയ പ്രഷർ ഇട്ടു, ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം, പ്രയാസമാകും, അപകടമാകും എന്നുള്ളത്. അപ്പം ഞാനിവിടെ ബ്രദറിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അവൻ ഇപ്പോൾ സൗഖ്യമാക്കുമെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന എതിർപ്പൊന്നുമില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഇച്ചിരി മേലായി വന്നപ്പോൾ ജിജു ബ്രദർ എനിക്ക് മരുന്ന് തന്നു. ഐ എം നോട്ട് അഗെയിൻസ്റ്റ്, ബട്ട് യു നീഡ് ടു ഗെറ്റ് ദ വിൽ ഓഫ് ഗോഡ് അറ്റ് ദാറ്റ് മൊമെന്റ് ഫോർ ഈച്ച് സിറ്റുവേഷൻ. വാട്ട് ഈസ് ഗാഡ്സ് വിൽ ഇൻ ദാറ്റ്? കർത്താവ് പറഞ്ഞു പോകണ്ടെന്ന് പറയാൻ പറഞ്ഞു. പോകണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇൻലോസിന് അസ്വസ്ഥയായി, പേരൻസിന് അസ്വസ്ഥയായി. ഇന്ന് അവിടുത്തെ ഇന്ത്യൻ ടൈം രാവിലെ എഴുന്നേറ്റപ്പോൾ പൂർണ്ണ സൗഖ്യത്തോടു കൂടി എഴുന്നേറ്റു. അപ്പൊ എന്തിനാ ദൈവം അത് അനുവദിച്ചത്? അദ്ദേഹത്തിന്റെ വിശ്വാസം വളരാനാണ്. എന്റെ വിശ്വാസം വളർന്നു, ചുറ്റുമുള്ളവരുടെ വിശ്വാസം വളർന്നു. നാളെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഒരു രോഗി വന്നു കഴിയുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പരിമിത ഫലം കാണും. മഹത്വത്തിന്റെ ധനം കണ്ടോ? ഓരോ കാര്യങ്ങൾ. ഞാൻ വിവാഹം കഴിച്ചത് ദേവസ്യ മുല്ലക്കർ സാറിന്റെ ഇളയ മകളാണ്. ഗ്രീഷ്മയുടെ ലൈഫിൽ ടെസ്റ്റ് മണി ഞാൻ കേട്ടിട്ടുണ്ട്. പപ്പ പ്രാർത്ഥിക്കും. അപ്പോൾ ഏത് ബസ്സിലാണ്? അവളന്ന് കുട്ടിക്കാനത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പൊ കണ്ണൂരിൽ നിന്ന് കുട്ടിക്കാനം പോകണം. അപ്പൊ കുട്ടിക്കാനത്തേക്ക് പോകാനായിട്ട് കണ്ണൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുല്ലക്കർ സാർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് പറയും, 9:30
കണ്ണൂർ സ്റ്റാൻഡിൽ ഇന്ന ഒരു ബസ് വരും, ആ ബസ്സിൽ നീ കയറണം. ആ ബസ്സിൽ നീ കയറുമ്പോഴത്തേക്ക് ഇന്ന സാരി ഉടുത്തൊരു സഹോദരി ഇന്ന റോയിലിരിക്കും. ആ സഹോദരിയുടെ അടുക്കൽ നീ ചെന്നിരിക്കണം. അവർ നിന്നെ കുട്ടിക്കാനം വരെ കൊണ്ടുപോകും. ദൈവത്തിന്റെ ഇഷ്ടം. നമുക്കിതൊന്നും അറിയത്തില്ല. നമുക്ക് ഈ ദൂത് കേൾക്കാനേ ഇഷ്ടമുള്ളൂ. നാളെ എന്തായി തീരും, നാളെ എനിക്ക് 2 വീട് കിട്ടുമോ, 2 കാറ് കിട്ടുമോ. ഗോഡ്സ് വിൽ അറ്റ് ദിസ് മൊമെന്റ് പിക്ക് ചെയ്യുന്ന സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി, റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. ഇന്നലെ ജിജു ബ്രദർ വന്ന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ 2-3 പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈ ദിറ്റ് ഈസ് പിക്കിംഗ് അപ്പ് ദ വിൽ ഓഫ് ഗാഡ്, റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. നിങ്ങൾക്കൊരു വലിയ കറൻസിയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്, റിച്ചസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ ഇഷ്ടം തെറ്റിപ്പോകത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. വിശ്വസിക്കുന്നവർ വായികൾ തുറന്ന് അന്യ ഭാഷകളിൽ സംസാരിക്കാം. Speak in tongues, please. Shebrate libraka siamte, shebrote nabraka brasiamte, rebenia ziriamtu lebresiam brakania sitiriamshe, rebenia brasiamte. Amen. അപ്പോൾ ഒന്നാമത്തെ riches of God's glory, spirit of wisdom, spirit of revelation, spirit of knowledge of him. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്കിനിയും അങ്ങേ അറിയണം. വാ, നമ്മളെല്ലാം കർത്താവിനെ തിയോളജിക്കൽ ബുക്സിന്റെ അകത്ത് ഒതുക്കി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബൈബിളിന്റെ അകത്തെ കർത്താവ് ഒതുക്കി നിൽക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു, യേശു ചെയ്തത് എല്ലാം കൂടി എഴുതിയാൽ ഈ ഭൂമിയിൽ പോലും അങ്ങനെ ഒരു ബുക്ക് നിറയത്തില്ല. ചെയ്ത കാര്യങ്ങൾ, അപ്പൊ ചെയ്ത 3.5 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ എഴുതിയ പുസ്തകം ഭൂമിക്കകത്ത് നിൽക്കത്തില്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മുതൽ ഇൻഫൈനൈറ്റ് വരെ ജീവിക്കുന്ന ദൈവത്തെ ഏത് പുസ്തകത്തിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? This is only a snapshot of God. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കാണുന്നത് പോലെ കാണുന്ന, മിററായിട്ട് കാണുന്നത്, പക്ഷെ ഒരു ദിവസം വരും നമ്മൾ ഈ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയും. അതായിരിക്കണം നമ്മുടെ സ്വപ്നം. അല്ലാതെ സ്വർഗത്തിൽ പോകുമ്പോൾ എനിക്കൊരു മാളിക കിട്ടുമെന്നല്ല, സ്വർഗത്തിൽ പോകുമ്പോൾ എനിക്ക് ഗോൾഡ് കിട്ടുമെന്നല്ല. എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ടൊക്കും, മുഴുവനായിട്ട് അറിയാനായിട്ടൊക്കും എന്നൊരു വലിയ ആഗ്രഹം. ഇന്ന് രാവിലെയും ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയണം, എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയണം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥനയാണ്, കർത്താവേ, റിവീൽ മോർ ഓഫ് യുവർസെൽഫ് ടു മീ, റിവീൽ മോർ ഓഫ് യുവർസെൽഫ് ടു മീ. ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്വീകരിക്കുമ്പം ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ ഈ സൈസൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. ഇപ്പം ഇവിടെ ജിജു ബ്രദർ ഇപ്പം എൻ്റെ കൂടെ നടന്ന് ജിജു ബ്രദർ ഏകദേശം ഒരു ഐഡിയ കിട്ടി എത്രത്തോളം ഞാൻ കഴിക്കത്തുള്ളൂ. ഇപ്പം ഈ ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ കൃപയാൽ 1-2 പേര് എൻ്റെ കൂടെ എപ്പോഴും ഫുൾ ടൈം ഉണ്ട്. എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ ഫുഡ് എടുത്തുകൊണ്ട് വന്നാൽ കറക്റ്റായിരിക്കും, എനിക്കത് കഴിക്കാൻ പറ്റും. വേറെ സ്നേഹമുള്ള സഹോദരിമാരാരെങ്കിലും ചർച്ചിൽ ഫുഡ് എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ കഴിച്ച് മടുത്ത് ഇതെന്നെ കൊണ്ട് കഴിക്കാൻ പറ്റാതെ, എന്നാൽ വേസ്റ്റ് ചെയ്യാനും കഴിയാതെ ധർമ്മസങ്കടത്തിലായി പോകും. എന്താ കാര്യം? അവരെന്നെ സ്റ്റേജിൽ വെച്ച് കണ്ട് പരിചയമുള്ളൂ, എന്നെ അവർക്ക് അടുത്ത് അറിയത്തില്ല. ഞാൻ എന്ത് കഴിക്കും, എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ജിജു ബ്രദർ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ജിജു ബ്രദർ എവിടെ ചെന്നാലും മെനു കൊടുക്കാറ്, പാസ്റ്റ് ഇത്ര ചോറേ കഴിക്കത്തുള്ളൂ. മറ്റേത് ആദ്യമേ വന്ന ആ ചേച്ചി 2 സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫുൾ മൂടും അപ്പം തന്നെ പോയി കിട്ടും. യു നോ വൈ? ബിക്കോസ് ഹി നോസ് മീ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കൂടെ 3 ആഴ്ച നിന്നപ്പോൾ ആ മനുഷ്യനിലുള്ള ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടാമെങ്കിൽ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ ഈ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടന്നാൽ നിങ്ങൾക്ക് ദൈവത്തിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു വലിയ ആഗ്രഹം വരട്ടെ, എനിക്ക് ദൈവത്തെ അറിയണം. ഐ വോണ്ട് ടു നോ ഗാഡ്, ഐ വോണ്ട് ടു നോ ഗാഡ്. അതുകൊണ്ടാണ് പെൻസക്കോള റിവൈവലിൽ പാടിയത്, ഐ നീഡ് യു മോർ ദാൻ യെസ്റ്റർഡേ, ഐ നീഡ് യു more than words could say, I need you more than ever before, I need you more, I need you more. This was the song that sang, I need you more than yesterday, I need you more than words can say, I need you
more than ever before. More than ever before. I need you more. I need you. രണ്ടാമത് എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെയും 17-ാമത്തെയും വാക്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. Ephesians chapter 3 verse number 16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും 17-ാമത്തെ വാക്യം 17th verse, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾക്ക് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തന്റെ സ്നേഹത്തിനെ കുറിച്ചുള്ള അടുത്തൊരു വാക്യം പറയുന്നു. ക്രിസ്ത്യൻ ലൈഫ് സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ ഗ്ലോറിയുടെ റിച്ചസ് നിങ്ങളുടെ ലൈഫിൽ വേണം. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് 10-40 വർഷമൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകും തോറും അവർക്ക് നഷ്ടപ്പെടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസം നഷ്ടപ്പെടുന്നു. 2, സ്നേഹം നഷ്ടപ്പെടുന്നു. പൗലോസ് പറയുന്നു, ഈ മഹത്വത്തിന്റെ ധനം നിങ്ങളിൽ ചെയ്യുന്നത് നിങ്ങളെ വിശ്വാസത്തിൽ ഭയങ്കരമായിട്ട് ഉറപ്പിക്കും. 2, നിങ്ങളെ സ്നേഹത്തിൽ വേര് ഊന്നി നട്ടിരിക്കും. സ്നേഹത്തിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹത്തെ റിയലൈസ് ചെയ്യാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്ങിലല്ല ദൈവം വെളിപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, സജി ബ്രദറിന്റെ മോനോടുള്ള സ്നേഹം എല്ലാ ദിവസവും എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? ഇന്നലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? മേ ബി. അത് കണ്ടിട്ടാണോ അദ്ദേഹം സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ അപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്? നോ. അപ്പോൾ ഈ ലോകത്തിലൊരു അപ്പനും മകനും തമ്മിൽ മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്ങിൽ അല്ല സ്നേഹമെങ്കിൽ ഹൗ ക്യാൻ വി ഇക്വേറ്റ് ഗോഡ് ആൻഡ് സേ ദൈവം എനിക്ക് അത് തന്നു ഇത് തന്നു അതുകൊണ്ട് ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്? നോ. The very thing that God decided to be in a relationship with you is the greatest proof that he loves you. റിയൽ ലവിന്റെ അകത്ത് മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളൊന്നുമില്ല. ഈ റിയൽ അല്ലാത്ത ലവ് ആണ്. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എപ്പോഴും ചോക്ലേറ്റ് കൊടുക്കുന്നെങ്കിൽ ഓർത്തോണം, അത് റിയൽ ലവ് അല്ല. എല്ലാ ദിവസവും ഡയറി മിൽക്ക് അല്ല. ഇവിടെ ഡയറി മിൽക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടോ? കിൻഡർ ജോയ് ഉണ്ടോ? എല്ലാ ദിവസവും മുട്ടായി, എല്ലാ ദിവസവും ഒരു ഗ്രീറ്റിംഗ് കാർഡ്. അത് റിയൽ ലവ് അല്ല. അത് അപ്പം തന്നെ തിരിച്ചറിയണം ഫേക്ക് ലവ് ആണ്. റിയൽ ലവിന്റെ അകത്ത് ഗിഫ്റ്റിങ്സ് കുറഞ്ഞു വരും. പേഴ്സൺ ആണ് പിന്നീടല്ല, വ്യക്തിയാണ്. എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്. വാ, വല്ലപ്പോഴും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് തെറ്റെന്നല്ല. റിയൽ ലവിന്റെ അകത്ത് ഏതെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ടോ കാനഡയിൽ? എനിക്കും എൻ്റെ മലയാളികളൊന്നും കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഇവിടുത്തെ ആളുകൾ കൊടുത്താലായി എന്ന് പറഞ്ഞ് സ്നേഹം ഇല്ലാതാവുന്നുണ്ട്. നോ. പൗലോസ് പറയുകയാണ്, ഈ മഹത്വത്തിന്റെ ധനം നിങ്ങളിൽ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടും. വാ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഒരിക്കലും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്യത്തില്ല. പ്രതിസന്ധിക്കകത്ത് കർത്താവിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. 2, സ്നേഹത്തിൽ വേരൂന്നും. ദൈവത്തിന്റെ സ്നേഹം കൂടുതലായിട്ട് അറിയും. ദൈവസ്നേഹം കൂടുതലായിട്ട് അറിഞ്ഞാലേ ദൈവത്തെയും സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ, കൂടെയുള്ളവരെയും നമുക്ക് സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ. ദൈവസ്നേഹത്തെ കുറച്ച് അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഒക്കത്തില്ല, എന്നിട്ട് നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. ചില പാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ദൈവത്തെ ഭയങ്കര സ്നേഹം, പക്ഷേ എനിക്ക് അപ്പുറത്തെ പാസ്റ്ററിനെ എനിക്ക് ഇഷ്ടമില്ല. ദാറ്റ് ഈസ് ഫോൾസ്, കള്ളമാണ്. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും, അപ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പൊ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. വചനം കേൾക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് എങ്ങനെയാ ബലപ്പെടുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം. വിശ്വസിക്കുന്നെങ്കിൽ അന്യഭാഷകളിൽ കർത്താവിന് സ്തോത്രം ചെയ്ത്, വായുകൾ തുറന്ന് കർത്താവിന് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. വായുകൾ തുറന്ന് പ്രാർത്ഥിക്കുക. അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. എല്ലാ ബലക്കുറവും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബലക്കുറവും മാറട്ടെ. അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ.
അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ഇൻവേർഡ് മാൻ 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 I need you more. I need you more. Yes. More than yesterday. I need you more. More than words can say. I need you more than ever before. I need you, Lord. I need you, Lord. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് 17-ാമത്തെ വാക്യം. നെക്സ്റ്റ് വേഴ്സ് പ്ലീസ്. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 18-ാമത്തെ വാക്യം. 18th വേഴ്സ്. ആ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഞൊടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ലെന്നേ. കാരണം നിത്യമായിട്ടുള്ള ഘനം എന്നാണ്. മലയാളത്തിൽ വന്നപ്പോൾ നിത്യ തേജസ്സിന്റെ ഘനം എന്നാണ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദ ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗാഡ്സ് ഗ്ലോറി. ദൈവ മഹത്വത്തിന്റെ നിത്യമായ ഘനം. ദാറ്റ് ബ്യൂട്ടി, ആ ബ്യൂട്ടി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു. നമ്മളൊരു വലിയ നിത്യതയുടെ പ്രത്യാശയ്ക്കകത്ത് ജീവിക്കുന്നു. സ്വർഗത്തിൽ പോവുക എന്നുള്ളത് മാത്രമല്ല, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ലൈഫ് കർത്താവ് നമ്മളെ ആക്കാൻ പോകുന്നു. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടതകൾ വന്നാൽ നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ മഹത്വം അതിൻ്റെ അകത്ത് വെളിപ്പെടും. അത് നിത്യ തേജസ്സിന്റെ വെയിറ്റ് വെളിപ്പെടുവാൻ കാരണമായി തീരും. 2014 ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് കർത്താവ് വിളിച്ചിട്ട് വരുന്നത്. ആ സമയത്ത് 3 പ്രധാനപ്പെട്ട പ്രതികൂലങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ആദ്യം വന്ന ബുദ്ധിമുട്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്. കാരണം അന്ന് എനിക്ക് 1.5 ലക്ഷം രൂപ സാലറി ഇന്ത്യയിലുണ്ടായിരുന്നു. ഗ്രീഷ്മയ്ക്കും നല്ല സാലറി ഉണ്ടായിരുന്നു. പെട്ടെന്ന് സാലറി നിന്നപ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിളായി. ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നപ്പോഴത്തേക്ക് ബാങ്കുകാർ വീട്ടിൽ വരാൻ തുടങ്ങി, ലോൺസ് മുടങ്ങി, EMI മുടങ്ങി. ഒരു ഭയങ്കര ഷെയിമായിരുന്നു ആ സമയത്ത്. രണ്ടാമതാണ്, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വെച്ച് പെട്ടെന്ന് എനിക്ക് സ്കിന്നിൻ്റെ സിക്നസ് വരുന്നു. എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന നല്ല ഫിസിക് ബോഡി പെട്ടെന്ന് ക്ഷയിച്ചു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മൂന്നാമത് ആ സമയത്താണ് ഞങ്ങളുടെ 2ാമത്തെ കുഞ്ഞുങ്ങൾ, അവർ ട്വിൻസാണ്, അവർ ജനിക്കുന്നതിൽ മോള് ജനിച്ചപ്പോൾ ചെവി കേൾക്കാത്ത കുഞ്ഞായിട്ട് ജനിച്ചു. 3 പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ. ചുറ്റും മലയാളികളായതുകൊണ്ട് ആരും ഉത്സാഹപ്പെടുത്തിയില്ല. എല്ലാവരും എന്ത് ചെയ്തു? കുറ്റം പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തത് കൊണ്ടായിരുന്നു. പാസ്റ്ററിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഒറക്കളുടെ CEO ആയിട്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്നൊക്കെ ആയിരുന്നു. ജോലി റിസൈൻ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നിരാശയുടെ വാക്കുകൾ. പക്ഷെ പൗലോസ് പറയുന്നു, മഹത്വത്തിൻ്റെ ധനം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നാൾക്കുനാൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാൾക്കുനാൾ ശക്തിപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ വന്നാൽ അത് ഞൊടി നേരത്തേക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഘനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് പോകും. ഒത്തിരി പേരെന്നെ നിരുത്സാഹപ്പെടുത്തി. ഒത്തിരി പേര് പലതും പറഞ്ഞു. ചർച്ചിലുള്ളവർ പോലും പലതും പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവർ പോലും പലതും പറഞ്ഞു. പക്ഷെ ബൈബിൾ പറയുന്നു, ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളെല്ലാം, ഞൊടി നേരത്തേക്ക് കഷ്ടതകളെല്ലാം ഉള്ളു. ഇതിൽ ഏറ്റവും പ്രയാസം കുഞ്ഞിൻ്റെതായിരുന്നു. ബാക്കി 2 നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നീട് സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അത്ര ബോധമല്ലാന്നെങ്കിലും ഞാൻ ചിന്തിച്ചു. ഫിനാൻസ് നമുക്ക് എന്തെങ്കിലും നാട്ടിലെ കാര്യങ്ങൾ വിൽക്കുകയോ ഒക്കെ ചെയ്തും എനിക്ക് സോൾവ് ചെയ്യാം. പക്ഷെ കുഞ്ഞിൻ്റെ കാര്യം എന്ത് ചെയ്യും? അവൾ വളർന്നു വന്നപ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് 6 മാസമൊക്കെ ആയപ്പോൾ കേൾക്കാൻ ഒക്കുന്നില്ല എന്ന് മനസ്സിലായി. ആ സമയത്ത് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയവേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ എന്തിനാ ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നത്? നിന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക.
ഇന്ന് രാവിലെയും എനിക്ക് പലരോടും പറയാനുള്ളത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു യുവർ ഫെയ്ത്ത്. ബാക്കി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സാരമില്ല. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു യുവർ ഫെയ്ത്ത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. മോന് നന്നായിട്ട് കേൾക്കാൻ ഒക്കുന്നുണ്ടായിരുന്നു. ട്വിൻസാ. അവന്റെ പേര് പോൾ, അവളുടെ പേര് പ്രിസ്ക. ഡിസംബർ കഴിഞ്ഞു, ജനുവരി അപ്പോഴത്തേക്ക് 1 വയസ്സാകാറായി. ജനുവരി മാസത്തിലാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഡൽഹിയിൽ പാസ്റ്റർ രാജ്മോഹന്റെ ചർച്ചിൽ ഒരു കോൺഫറൻസിന് പ്രസംഗിച്ചിട്ട് തിരിച്ചു ഞാൻ വന്ന് വീട്ടിൽ വാതിൽ തുറക്കുമ്പോൾ എൻ്റെ മോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. സാധാരണ അവളെ പുറകിൽ നിന്ന് വിളിച്ചാൽ അവൾ ഒരിക്കലും കേൾക്കത്തില്ല. അവളെ മുഖത്തോടെ മുഖം നോക്കി സംസാരിച്ചാൽ ചിരിക്കുകയും എന്തൊക്കെയോ വർത്തമാനം പറയാൻ ശ്രമിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. അന്ന് ഞാൻ പുറകിൽ നിന്നും അവളുടെ പേര് വിളിച്ചു, പ്രിസ്ക മോളെ. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ തിരിഞ്ഞു നോക്കി. കാരണം എൻ്റെ കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. ഞൊടി നേരത്തേക്കേ ഉള്ളൂ കഷ്ടത. 11 മാസം കഷ്ടത, സങ്കടം, ദുഃഖം ഒക്കെ ഉണ്ടായിരുന്നു. ഞൊടി നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2016 ആയപ്പോൾ അതേ വർഷം തന്നെ എൻ്റെ സ്കിൻ സിക്നസ് പടരുന്നത് നിന്ന് ക്ലോസ് ആകാൻ തുടങ്ങി. ഒരു മരുന്നുമില്ല. സ്റ്റിറോയിഡ്സ് ആണ് ഇതിൻ്റെ മരുന്ന്. സ്റ്റിറോയിഡ്സ് എടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു. ഒരു ട്രീറ്റ്മെന്റിനും പോകത്തില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ദൈവം അതിനെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. ഫേസിലുള്ള എല്ലാം റിവേഴ്സ് ചെയ്തു. കയ്യിലുള്ളതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോഴോ 1 വർഷം കഴിയുമ്പോഴോ 10 വർഷം കഴിയുമ്പോഴോ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു റിവേഴ്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകൾ, ആ കഷ്ടതയ്ക്കകത്ത് കഷ്ടത ഫോക്കസ് ചെയ്യുന്നവരായിട്ടല്ല, നമ്മുടെ ഉള്ളിലുള്ള നിത്യ തേജസ്സിന്റെ കനത്തെ ഫോക്കസ് ചെയ്യുന്നവരായിട്ടാണ്. മൂന്നാമത്തെ ആയിരുന്നു പണപരമായിട്ടുള്ള പ്രശ്നം. എൻ്റെ ബ്രദർ പെട്ടെന്ന് എൻ്റെ ഇടപെട്ട് ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് അവൻ അതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് എൻ്റെ കംപ്ലീറ്റ് ഡെറ്റ്സിനെ അവൻ വൈപ്പ് ഓഫ് ചെയ്തു. എല്ലാ കടത്തെയും മാറ്റി. കടമില്ലാതെ ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി. പിന്നത്തതിൽ കർത്താവ് ഫിനാൻഷ്യലി ബ്ലെസ് ചെയ്യാൻ തുടങ്ങി. ഗ്രീഷ്മയ്ക്ക് നല്ലൊരു ജോലി കൊടുത്തു. നല്ല ഉയർന്ന സാലറി ഉള്ളൊരു ജോലി കൊടുത്തു. ഫിനാൻഷ്യലി ബ്ലെസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിച്ചു പോകും. ക്യാപ്റ്റൻ രാജേഷ് ഡാനിയൽ ഡാഡിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു വീടുണ്ട്. ഒരു പഴയ വീടാണ്. 1960 വെച്ച് വീടിൻ്റെ കഥ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഈ ഗ്രീഷ്മ 2022 നവംബറിൽ ഫുൾ ടൈം മിനിസ്റ്ററിലേക്ക് വന്നു. അപ്പോൾ ഗ്രീഷ്മയുടെ സാലറിയും കൂടെ നിൽക്കും. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിലെ ഡാഡി ഞങ്ങളോട് പറഞ്ഞിട്ടൊരു തീരുമാനമാണ്, ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ സാലറി എടുക്കരുത്. കാരണം അത് നമ്മൾ കുടുംബമായിട്ട് ആരംഭിച്ച ശുശ്രൂഷയാണ്. അതിൽ വരുന്ന പണം കംപ്ലീറ്റ് ദൈവവേലയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ കാര്യത്തിന് ഉപയോഗിക്കുക. നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന നിലയിൽ ഒരിക്കലും അതിൽ നിന്നും എടുക്കരുത്. ആരെങ്കിലും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുക. മിനിസ്ട്രിയിൽ നിന്നും നിങ്ങൾ പണം എടുത്ത് ഒരു കാര്യവും ചെയ്യരുത് എന്ന് ഡാഡി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ സാലറിയും കൂടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അടുത്തിനി എങ്ങനെയാണ് മുന്നിലോട്ട് പോവുക. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരാൾ ഡാഡിയുടെ അടുക്കിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, സാറേ താഴെയുള്ള കാർ ഷെഡ് ഒന്ന് വാടകയ്ക്ക് തരാമോ? അപ്പോൾ ഡാഡി ചോദിച്ചു, കാർ ഷെഡ് വാടകയ്ക്ക് എന്തിനാ തരുന്നത്? ഒരു ചായക്കട തുടങ്ങാനാണ്. അപ്പോൾ ചായക്കട തുടങ്ങാനോ? അപ്പോൾ ഡാഡി ചോദിച്ചു, നിങ്ങൾ റെന്റ് വല്ലതും തരുമോ? ഞങ്ങൾ റെന്റ് തരും, 35,000 ഇന്ത്യൻ റുപ്പീസ് റെന്റ് തരാം. അപ്പോൾ ഡാഡി ചോദിച്ചു, ഒരു ചായക്കടയ്ക്ക് അത്രയ്ക്ക് വരുമാനമുണ്ടോ? 6 ലക്ഷം രൂപയുണ്ടെന്ന് ഒരു ചായക്കടയ്ക്ക് ഒരു ദിവസം, ഒരു മാസത്തെ വരുമാനം. 35,000 രൂപ ഇൻകം വരാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, സാറേ വീടും കൂടെ ഞങ്ങളൊന്ന് വാടകയ്ക്ക് എടുത്തോട്ടെ, ഞങ്ങളുടെ ആളുകൾക്ക് താമസിക്കാനായിട്ട്. ഡാഡി പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. ഇന്ന് ഒരു മാസം എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്. 1 ലക്ഷം രൂപ നമുക്ക് വേണ്ട ജീവിക്കാനായിട്ട്. നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിച്ചാൽ മതി. അപ്പൊ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകൾ. ദൈവം തുറക്കുന്ന വഴി കണ്ടോ? പഴയ ഒരു വീടിന്റെ കാർ ഷെഡും പഴയ ഒരു വീടും വാടകയ്ക്ക് കൊടുത്തു. ഞാൻ ചിന്തിക്കുന്നു, പുതിയ വീട് വാടകയ്ക്ക് കൊടുത്ത് അത്രയും വാടക കിട്ടത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. ഞാൻ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് 2009 മുതൽ ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് 16 years. അന്ന് സാലറി ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ 2014 ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ഐഫോൺ ചീത്തായി. ഞാൻ ഗ്രീഷ്മയോട് പറഞ്ഞു, എനിക്കൊരു ഐഫോൺ വാങ്ങിച്ചു തരണം. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞു, അത് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ ദൈവത്തോടല്ല ചോദിക്കേണ്ടത്, എന്നോട് ചോദിക്കുന്നത് എന്തിനാ? അപ്പം ഞാൻ വെച്ചു, ഇവക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ഇത്രയും വർഷം എൻ്റെ സാലറിയിലല്ലേ ഇവള് ആഹാരം കഴിച്ചത്. ഇവളെ കല്യാണം കഴിപ്പിച്ചപ്പോഴും അവളുടെ അപ്പൻ ഉറപ്പായിട്ട് എന്നെ കുറിച്ച് ചിന്തിച്ച് കാണുമല്ലോ. അപ്പം ഞാൻ ഇത്രയും വർഷം നോക്കിയപ്പോൾ എന്നോട് ഇത്രയും അഹങ്കാരോ? ഒരു വെള്ളിയാഴ്ച എനിക്ക് സങ്കടമായി. എനിക്ക് സങ്കടമായത് എൻ്റെ ഭാര്യയുടെ ദേഷ്യമൊന്നും വന്നില്ലെങ്കിലും ദൈവത്തോട് ചോദിച്ചു, അങ്ങേക്ക് വേണ്ടി ഇറങ്ങിയിട്ട് നാണം കെട്ടു, അതും ഭാര്യയുടെ മുൻപിൽ നാണക്കേടായി. ഒരു വെള്ളിയാഴ്ച ഇത് സംഭവിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങളുടെ ചർച്ചിൽ നിന്നും അബുദാബിയിലേക്ക് പോയ അജയ് സുമ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അജയ് എന്നെ വിളിച്ചു. അജയ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ വെള്ളിയാഴ്ച
പാസ്റ്ററിന് വേണ്ടി എൻ്റെ ചർച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു പുതിയ ഐഫോൺ വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് അനീഷ് പാസ്റ്ററിന് കൊടുക്കണമെന്ന്. ആ ഫോൺ ഇപ്പോൾ ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്റ്ററിന്റെ വാതിൽക്കൽ നിൽപ്പുണ്ട്. പാസ്റ്റർ വീട് തുറക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, എൻ്റെ ഒരു കാര്യത്തിനും ഞാൻ പൈസ ചിലവാക്കി വാങ്ങിക്കാറില്ല. ഐഫോണും വാങ്ങിക്കാറില്ല, ഐപോഡും വാങ്ങിക്കാറില്ല, വാച്ചും വാങ്ങിക്കാറില്ല. ദൈവം നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ച് വെച്ചിരിക്കുക. അതിനു വേണ്ടിയിട്ടല്ല സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ വിട്ടുകളഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ തന്നെ നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. കാരണം കർത്താവിന്റെ മക്കൾ പിച്ചക്കാരായിട്ട് നടക്കുന്ന കർത്താവിന് ഇഷ്ടമില്ല. ദുഷ്ടന്മാരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. കഷ്ടതകൾ ഞൊടി നേരത്തേക്കുള്ളൂ. വിശ്വസിക്കുക. നിങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വന്ന 3 കാര്യത്തിന്റെ അകത്തും ദൈവം മഹത്വത്തെ വെളിപ്പെടുത്തി. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവം മഹത്വം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുത്താനായിട്ട് പോകുന്നു. ഓക്കെ, മുന്നോട്ട് പോകാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19, 3-ാമത്തെ മഹത്വത്തിന്റെ ധനം. ഫിലിപ്പിയർ 4:19. നിങ്ങളുടെ ബുദ്ധിമുട്ടിലൊക്കെയോ ഞങ്ങളുടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ നീഡ്സ് എല്ലാവർക്കും ഫിനാൻഷ്യൽ നീഡുണ്ട്. എല്ലാവർക്കും. ഞാൻ ഇന്നവരെ ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല ഫിനാൻഷ്യൽ നീഡ് ഇല്ലാത്തവർ. കോടീശ്വരന്മാർക്ക് പോലും കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് വായ്പയുണ്ട്. ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്, എല്ലാവർക്കുമുണ്ട്. ഈ ഫിനാൻഷ്യൽ നീഡ്സ് ദൈവം നമുക്ക് തരുന്നത് അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ്. എത്രത്തോളം മഹത്വത്തിന്റെ ധനം നമ്മുടെ ഉള്ളിലുണ്ടോ അതിനൊത്തവണ്ണമാണ് കർത്താവ് നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നത്. ഫിനാൻസസിന് വേണ്ടി ഓടി നടക്കാനുള്ള ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തരുന്ന എല്ലാ സാഹചര്യത്തിനകത്തും കണ്ടന്റ് ആയിരിക്കാൻ പഠിക്കണം. കാരണം ബൈബിൾ പറയുന്നു, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ലവ് ഓഫ് മണി ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സിൻ ആൻഡ് ഓൾ ഈവിൾ. ദൈവം നമുക്ക് എന്ത് തരുമോ അതിൻ്റെ അകത്ത് സന്തോഷത്തോടു കൂടെ നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് നോക്കണം. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ വാക്യം മുഴുവൻ എഴുതുമ്പോൾ ഫിലിപ്പിയ സഭയുടെ ആവശ്യത്തിനും സഭയ്ക്കകത്ത് നിന്നും പൗലോസിന്റെ ശുശ്രൂഷയിലേക്ക് വിതച്ചവരോട് പൗലോസ് പറയാണ്, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സകലതിനെയും പൂർത്തീകരിക്കുമെന്നുള്ളത്. ബാംഗ്ലൂരിൽ എൻ്റെ ഒരു അസോസിയേറ്റ് പാസ്റ്ററാണ് ജനീഷിൻ്റെ ഭാര്യ സംഗമി. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള ആത്മീയ പുത്രിയായിരുന്നു അവൾ. ആ വിവാഹത്തിൻ്റെ അകത്തൊക്കെ ഞാൻ കർത്താവിൽ നിന്ന് കേട്ടു. ആ വിവാഹത്തെ നടത്തി. അവർ തമിലിയൻസ് ആണ്, തമിഴ് സർവീസ് അവർ നോക്കുന്നത്. ജനീഷിന് ബാംഗ്ലൂരിൽ 3 ലക്ഷം രൂപയുടെ ജോലിയായിരുന്നു, 3 lakhs. സംഗമിക്ക് 55,000 രൂപയുടെയും ജോലിയായിരുന്നു. ഈ റിവൈവൽ നടന്നപ്പോൾ ജനീഷ് ഒരു ശബ്ദം കേട്ടു, ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരണം. അങ്ങനെ 3 ലക്ഷം രൂപയുടെ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരാൻ തീരുമാനിച്ചു. എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഇച്ചിരി ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സംഗമയോട് അതുപോലെ സ്നേഹമുണ്ട്. ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവ്, ഈ പിള്ളേർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവരെങ്ങനെ EMI അടയ്ക്കും? ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ എന്നോടുള്ള സ്നേഹത്തിൽ സംഗമം വന്ന് തൊട്ടടുത്ത് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുക. അപ്പം എങ്ങനെ കാര്യങ്ങൾ നടക്കും? 2 കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, എല്ലാവരും ബാംഗ്ലൂരിൽ താമസിക്കുന്നത്. ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ഞാൻ ചിന്തിച്ചു. എനിവേ റിസൈൻ ചെയ്തതിൻ്റെ അടുത്ത മാസവും സംഗമിയുടെ ടൈത്ത് മിനിസ്ട്രിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ സംഗമിയെ വിളിച്ചിട്ട് പറഞ്ഞു, സംഗമി ടൈത്ത് മിനിസ്ട്രിയിലേക്ക് ഇടരുത്, നിന്റെ ടൈത്ത് നിന്റെ ഭർത്താവിന് കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും ഭർത്താവ് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്കായി. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു, ഇവർക്കൊരു സാലറി കൊടുക്കാം, ഒരു 50,000 രൂപ സാലറി ചർച്ച ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ സംഗമി പറഞ്ഞു, ഇല്ല പാസ്റ്റർ, നോ, പറ്റത്തില്ല, ഞങ്ങൾ കർത്താവിനെ നോക്കിയാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ടൈത്തെങ്കിലും വിടാതിരിക്കും, ടൈത്ത് നീ നിന്റെ ഭർത്താവിന് കൊടുക്കുക. അവൾ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, ഐ വാസ് ബ്ലെസ്ഡ് ബൈ യുവർ മിനിസ്ട്രി, ഐ വാസ് ബ്ലെസ്ഡ്. എൻ്റെ എൻറ്റയർ ലൈഫ് പാസ്റ്റർ അനീഷിൻ്റെ മിനിസ്ട്രിക്ക് അത് ബ്ലെസ്ഡ് ആയതാണ്. സോ ഐ വോണ്ട് ടു സോ ഇൻ ടു യുവർ മിനിസ്ട്രി ഉള്ളു. എൻ്റെ ഭർത്താവ് മിനിസ്ട്രിയൊക്കെ ചെയ്തോട്ടെ. എനിക്കത് വലിയ ടെൻഷനായിരുന്നു. ഒരു EMI ബൗൺസായി. ആ EMI ബൗൺസായപ്പോഴും എനിക്ക് വലിയ ടെൻഷനായിരുന്നു. കർത്താവേ, അന്ന് എൻ്റെ വീട്ടിൽ വന്നതുപോലെ ICC-കാരൊക്കെ ഇവരുടെ വീട്ടിൽ വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ദൈവം അടുത്ത ചെയ്തത് വിശ്വസിക്കാൻ കഴിയത്തില്ല. വിപ്രോ എന്നൊരു ഇൻ്റർവ്യൂ വന്നു. സംഗമി അങ്ങോട്ട് ചോദിച്ച ഒരു വളരെ ലക്ഷങ്ങൾ ഹൈ ആയിട്ടുള്ളൊരു സാലറി അവർ കൊടുക്കാൻ തീരുമാനിച്ചു.
ബാങ്ക് ഓഫ് അമേരിക്കയുടെ ക്ലയന്റും അവർ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അവൾ എങ്ങാനും ആ ടൈ തന്നിടാതിരുന്നിരുന്നെങ്കിൽ, അവൾ ദൈവവേലയ്ക്ക് കൊടുക്കാതിരുന്നിരുന്നുവെങ്കിൽ അവൾ ചിലപ്പോൾ ലോങ് ലൈഫ് സഫർ ചെയ്ത്. ഇപ്പൊ അവർക്ക് ആവശ്യത്തിലധികം ₹1 പ്രയാസമില്ലാതെ ജീവിക്കാൻ കർത്താവ് കൃപ നൽകി. മഹത്വത്തിന്റെ ധനത്തിന്റെ ബ്യൂട്ടി അതാണ്. അത് ദൈവരാജ്യത്തിൽ വിതയ്ക്കുമ്പോൾ ഞാൻ സാധാരണ ഇപ്പൊ ക്യാപ്റ്റൻ രാജേഷ് ഡാനിയിലൊക്കെ കൊടുക്കുക എന്നൊരു വേർഡ് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂരിൽ കൊടുക്കുക എന്നൊരു വേർഡ് പറഞ്ഞിട്ട്, ദൈവത്തിന് നമ്മുടെ പണമൊന്നും ആവശ്യമില്ല. പക്ഷെ ബൈബിളിൽ ഒരു വചനമുണ്ട്, ഭക്ഷിപ്പാൻ അവൻ അപ്പവും വിതയ്ക്കാൻ വിത്തും കർത്താവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നു. വിത്തിനെ നിങ്ങൾ ഭക്ഷിച്ചാൽ അടുത്ത സീസൺ ആകുമ്പോൾ നിങ്ങൾ പട്ടിണിയാവും. വിത്തിനെ വിതയ്ക്കുക, ഇപ്പോൾ തരുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുക. ആ വിത്ത് വളർന്ന് 100, 60 മേനിയായിട്ട് ഫലം കായ്ക്കും. അതിൽ നിന്നുള്ള ഭക്ഷണത്തെ സ്വീകരിക്കുക, വീണ്ടും വിത്തിനെ വിതയ്ക്കുക. എപ്പോഴും ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എല്ലായിടവും പോയി പണം കൊടുത്ത് വിതയ്ക്കണം എന്നല്ല, വിശ്വാസത്തിൽ വിതയ്ക്കണം. സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. 1-2 അത്ഭുതങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ പറയാം. ഒരിക്കൽ ഞാനും ചാണ്ടി പാസ്റ്ററും ഒരു കോൺഫറൻസ് മയാമിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രോഫറ്റ് സിൻഡി ജേക്കബ്സ് ഒരു ഫിനാൻസസിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തിട്ട് അവർ പറഞ്ഞു, നൗ ഇറ്റ്സ് ഓപ്പൺ, ഓൾ ദോസ് ഹു വാണ്ട് ടു സോ ക്യാൻ കം ഇൻ ടു ദി ഓൾട്ടർ ആൻഡ് സോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വലിയ വിശ്വാസം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി, ഒന്ന് വിതയ്ക്കാം. അപ്പം അന്ന് ഞാൻ US വന്ന് മീറ്റിംഗ്സിൽ പ്രസംഗിച്ച് തുടങ്ങിയിട്ടില്ല, ഫസ്റ്റ് മീറ്റിംഗ്. അപ്പം എൻ്റെ കയ്യിൽ $300 ഉണ്ട്. അപ്പം ഞാൻ ഈ $300 മുൻപിലേക്ക് പോയി. ഞാൻ അവിടുന്ന് ഒരു കവർ എടുത്തു. ഞാൻ ആ കവറിൻ്റെ അകത്തിട്ട് പ്രാർത്ഥിച്ച് ഞാൻ നേരെ നടന്നു പോയി സിൻഡി ജേക്കബ്സ് പ്രോഫറ്റിൻ്റെ അടുക്കൽ തന്നെ ചെന്ന് കൊടുത്ത് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ചാണ്ടിപ്പാസ് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ തോളത്തിരിച്ചിട്ട് പറഞ്ഞു, കയ്യിലുള്ള എല്ലാം ഞാൻ ഇട്ടു, എന്നെ സുരക്ഷിതമായിട്ട് അടുത്ത മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഞാനും കയ്യിലുള്ളതെല്ലാം ഇടുക. ഞങ്ങൾ രണ്ടുപേരും കയ്യിലുള്ളതെല്ലാം ഇട്ടു. ആ സമയത്ത് ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡില്ല, 2 പേർക്കും ക്രെഡിറ്റ് കാർഡില്ല, പൈസ ഇല്ല. അടുത്ത ഞങ്ങളിങ്ങനെ ചിന്തിച്ച് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. അന്ന് ഇന്റർനാഷണൽ റോമിംഗ് ഒന്നും ഞാൻ ഓൺ ആക്കുന്ന സമയമല്ല. ഹോട്ടൽ റൂമിലെത്തി. വാട്സാപ്പ് കണക്ട് ചെയ്തപ്പോൾ ഗ്രീഷ്മയുടെ ഒരു മെസ്സേജ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ടെസ്റ്റ് മണീസിന് വിളിച്ചപ്പോൾ പലർക്കും പല സ്ഥലത്തും ഡോളറൊക്കെ പൊങ്ങി വന്നു. ഈ ചിലരുടെ ജാക്കറ്റിൻ്റെ അകത്ത് ഡോളർ, ചിലരുടെ ബൈബിളിൻ്റെ അകത്ത് ഡോളർ. ഞാൻ ഈ സ്യൂട്ടെല്ലാം തപ്പിയിട്ട് എനിക്ക് $1 കിട്ടുന്നില്ല. ചിലർ പറഞ്ഞു ഒത്തിരി വർഷമായിട്ട് കിട്ടാതിരുന്ന പൈസ ഇപ്പോൾ ബാങ്കിൽ വന്ന് റിലീസ്. ചിലർക്ക് പ്രൊമോഷൻ കിട്ടി. ഭയങ്കര അറ്റ്മോസ്ഫിയർ ഓഫ് മിറക്കിൾസ് ആയിരുന്നു. ഞാൻ ചാണ്ടിപ്പാസോട് ചോദിച്ചു, ഈ അമേരിക്കക്കാർക്കും സ്പാനിഷുകാർക്കും ആഫ്രിക്കൻസിനും ഇതൊക്കെ കിട്ടും, നമ്മൾ ഇന്ത്യക്കാർക്ക് എന്താ ഈ ഒരു മണിയുടെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടാത്തത്? അവിടെ വെച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ വീട്ടിൽ വന്ന് വാട്സാപ്പ്, ഹോട്ടൽ റൂമിൽ ഞങ്ങൾ കയറി വാട്സാപ്പ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഗ്രീഷ്മ ഒരു മെയിൽ അയച്ചിരിക്കുക, ഒരു ഫോട്ടോ അയച്ചിരിക്കുക. എൻ്റെ വീട്ടിൽ വന്നൊരു കത്താണ്. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഒരു വലിയ ദൈവദാസനാണ് ഇന്ത്യയിൽ. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വർഷത്തെ നിങ്ങളുടെ 3 മക്കളുടെയും അക്കാഡമിക് ഫീസ് മുഴുവനായിട്ട് അടയ്ക്കാൻ. അതിനു വേണ്ടിയിട്ട് ഞാൻ 3 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അയക്കുകയാണ്. വിതച്ചത് $300. ഇവിടെ പോക്കറ്റ് തപ്പിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ 1 വെച്ച് 2 എടുക്കാൻ പറ്റുന്ന പരിപാടി അല്ല ഇത്. പക്ഷെ നാട്ടിൽ 3 ലക്ഷം രൂപ കുഞ്ഞുങ്ങളുടെ പേരിൽ വന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് പോസ്റ്റിലാണ് വരുന്നത്. ഇതപ്പോൾ എത്ര ദിവസം മുൻപ് ഇത് അയച്ചിരിക്കണം? അപ്പം ദൈവത്തിന് അന്നേ അറിയാം, ഇന്ന ദിവസം ഞാൻ അവിടെ പോകും, സിൻഡി ജേക്കബ്സ് ഇങ്ങനെ ഒരു ഓൾട്ടർ കോൾ കൊടുക്കും, ഒരു മരമണ്ടനെ പോലെ ഞാൻ അതിൻ്റെ അകത്ത് വിതയ്ക്കും, ദൈവം അതിനെ അത്ഭുതകരമായിട്ട് നടത്തും. ഓക്കെ, പൈസ വന്ന നാട്ടിൽ നമ്മളപ്പോഴും പൈസ ഇല്ലാതിരിക്കുക. ഞങ്ങൾ വിശ്വാസത്തിൽ ഇങ്ങനെ പൗലോസും ശീലാസും ഇരിക്കുന്നവരിക്കുക. അപ്പോഴെനിക്കൊരു കോൾ, ഒരു ബ്രദർ വിളിക്കുക, പാസ്റ്റർ എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് പാസ്റ്റർ കാണണം. ഞാൻ പറഞ്ഞു, ബ്രദർ നാളെ രാവിലെ കാണാം. ഇല്ല, എനിക്ക് ഇപ്പം തന്നെ കാണാം. 1.5 മണിക്കൂർ ദൂരത്ത് നിന്നും ഒരു ടാമിലിയൻ ബ്രദർ, കാരുണ്യയിൽ പഠിച്ച ഒരു ടാമിലിയൻ ബ്രദർ, പേര് ഞാൻ മറന്നുപോയി, സാമെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. ടാമിലിയൻ ബ്രദർ എന്നെ കാണാൻ വന്നു. അദ്ദേഹം കാണാൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, എനിക്കൊരു കവർ തന്നു. ഞാൻ എണ്ണി നോക്കിയപ്പം $1000. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് മഹത്വത്തിന്റെ ധനത്തിന് ദൈവത്തോടൊന്നും നമുക്ക് കളിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ വേറെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഇതിന്റെ പുറകെ പോയാൽ നിങ്ങൾ പാപത്തിൽ വീഴും. നമ്മൾ വിതച്ചു, ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വിശ്വസ്തനാണ്. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളെ കർത്താവ് വിതയ്ക്കുവാൻ പഠിപ്പിക്കട്ടെ.
പരിശുദ്ധാത്മാവ് നിങ്ങളെ വിതയ്ക്കുവാൻ പഠിപ്പിക്കട്ടെ. ബാംഗ്ലൂർ ചർച്ചിനെ കർത്താവ് ഒരു ഭയങ്കര അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട റീസൺ, ബാംഗ്ലൂരിലുള്ള ചെറുപ്പക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ദൈവരാജ്യത്തിൽ കറക്റ്റായിട്ട് വിതച്ചാൽ, സുവിശേഷത്തിനായിട്ട് കറക്റ്റായിട്ട് കൊടുത്താൽ, ഞങ്ങളുടെ പാസ്റ്ററിന്റെ വിഷനോട് ഞങ്ങൾ ചേർന്ന് നിന്ന് അതിൽ ഞങ്ങൾ സാക്രിഫിഷ്യലി കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബ്ലെസ് ചെയ്യും. വേറൊരു എക്സാമ്പിൾ, തമിഴ്നാട്ടിൽ നിന്നും ഒരു മകള് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. അവളുടെ പിതാവ് തനിക്ക് 6 മാസമുള്ളപ്പോൾ മരിച്ചുപോയി. അതിൻ്റെ പേരിൽ ഒത്തിരി കേസും കാര്യങ്ങളുമായി അവർക്ക് നഷ്ടങ്ങളല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. ഈ മകള് ബാംഗ്ലൂർ ചർച്ചിൻ്റെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്താണെന്ന് എൻ്റെ ഓർമ്മ. താൻ വളരെ സാക്രിഫിഷ്യൽ, അവർക്ക് 25,000 രൂപയെ സാലറി ഉള്ളൂ, 25 അല്ലെങ്കിൽ 30,000 രൂപയായിരിക്കും. വളരെ സാക്രിഫിഷ്യലായിട്ട് അവൾ എവിടുന്ന് ലോണോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് 1 lakh rupees ബാംഗ്ലൂർ ചർച്ചിൻ്റെ പുതിയ ചർച്ച് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അവൾ വിതച്ചു. 6 ആഴ്ചക്കകത്ത് 8 lakhs കോടതി റിലീസ് ചെയ്തു. അവളെ ആ സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുപോയി. ഗോഡ് ഇസ് നെവർ എ ഡെറ്റർ ടു എനിവൺ. മഹത്വത്തിന്റെ ധനത്തിൽ നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും പൂർത്തീകരിക്കട്ടെ. ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്നതിൽ ഒന്നും തടസ്സപ്പെടുത്തത്. ഏറ്റവും അവസാനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെയും 28-ാമത്തെയും വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. കൊലോഷ്യൻസ് 1:27-28. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മമോ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്തിനാ നിങ്ങൾ ഇരിക്കുന്നത്? 28-ാമത്തെ വാക്യം 28. ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടുകൂടെ സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനം മഹത്വത്തിന്റെ ധനമാകുന്ന ക്രിസ്തു നിങ്ങളിൽ തന്നെ ഇരിക്കുന്നു. എന്തിനാ നിങ്ങളിൽ ഇരിക്കുന്നത്? നിങ്ങളെ തികവുള്ളവരാക്കി തീർക്കുവാനായിട്ടാണ്. ഒരു വീടിന്റെ ആർക്കിടെക്റ്റ് ആ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ വീടിന്റെ ഭംഗി കൂടി വരും, തികവുള്ളതാകും. ആ വീടിന്റെ ഡിസൈനർ ഇരിക്കുന്നിടത്തോളം കാലം. പരിശുദ്ധാത്മാവ് ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന്റെ പൂർത്തീകരണത്തിലേക്ക് ഈ മഹത്വത്തിന്റെ ധനം നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പലരും ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല 5 years കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണുമ്പോഴത്തേക്ക്. കാരണം നിങ്ങളെ ആ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ജിജു ബ്രദർ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് കാനഡയിൽ ഒരു വലിയ ഉണർവിന്റെ വക്താവായി പരിശുദ്ധാത്മാവ് ദൈവദാസനെ മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചു പേരിരുന്ന് കൈയടിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ കർത്താവിന്റെ മഹത്വത്തിന്റെ ധനം വെളിപ്പെട്ടാൽ 100 കണക്കിന് ആളുകൾ പല സർവീസുകളാക്കി ഇവിടെ വരുവാൻ, പല ഭാഷക്കാർ വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചെയ്യുവാൻ കഴിയും. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യേക ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ തികവിലേക്ക് കൊണ്ടുവരുന്നു, ക്രിസ്തുവിന്റെ ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ 15-20 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും കാൽഗരി പട്ടണത്തിൽ വന്ന് ഇങ്ങനെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് എന്നെ വിളിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. പക്ഷെ മഹത്വത്തിന്റെ ധനം വെളിപ്പെടുന്നത് കൊണ്ട് തന്നെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്, തികവിലേക്ക് പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ ജീവിതങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ഈ ഡേയ്സ് ഓഫ് ഗ്ലോറിയുടെ അവസാനത്തെ സെഷനിൽ ഒരു ന്യൂ ബിഗിനിങ്സിലേക്ക് നിങ്ങൾ കയറുവാൻ പോകുന്നു. യേശു ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ പൂർത്തീകരണത്തിലേക്ക്, ഒരു വലിയ ബ്യൂട്ടിയിലേക്ക്, ഒരു വലിയ സൗന്ദര്യത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക, മാറോട് ചേർന്നിരിക്കുക, യേശുവിന്റെ മാർവോട് ചേർന്നിരിക്കുക, യേശുവിനെ അടുത്തറിയുക. ഇനിയും അവനെ അറിയണമെന്നുള്ള ഈ ആഗ്രഹം കർത്താവ് നിങ്ങളുടെ മേൽ തരട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവം ചില പുതിയ കൃപകളെ പകരട്ടെ. മഹത്വത്തിന്റെ ധനത്തിന്റെ വെളിപ്പാടിനെ നിങ്ങൾക്ക് തരട്ടെ. സ്വീകരിക്കുക, ആഗ്രഹത്തോടുകൂടി സ്വീകരിക്കുക, പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുക. 2025 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാനായിട്ട് പോകുന്നു. തടസ്സങ്ങളെല്ലാം മാറുവാനായിട്ട് പോകുന്നു, തോൽവികളെല്ലാം മാറുവാനായിട്ട് പോകുന്നു. ജയത്തിന്റെ ഒരു സീസൺ കർത്താവ് തരട്ടെ, പുതിയ അഭിഷേകത്തിന്റെ സീസൺ കർത്താവ് തരട്ടെ, ന്യൂ സർപ്രൈസസിന്റെ സീസൺ തരട്ടെ, ന്യൂ ഗിഫ്റ്റ്സിന്റെ സീസൺ തരട്ടെ, ന്യൂ റെസ്പോൺസിബിലിറ്റീസിന്റെ സീസൺ തരട്ടെ. യെസ്, അത് വർദ്ധിച്ചു വരുന്നല്ലോ, അത് വർദ്ധിച്ചു വരുന്നല്ലോ, അത് വർദ്ധിച്ചു വരുന്നല്ലോ, അത് വർദ്ധിച്ചു
വർദ്ധിച്ചു വരുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇനി നടക്കത്തില്ല എന്ന് വിചാരിച്ചത്, പണ്ടുള്ള ചില വാഗ്ദത്തങ്ങൾ, പണ്ട് പറഞ്ഞിരുന്ന ചില പ്രവചനങ്ങൾ, അതിന് നടക്കത്തില്ല എന്ന് വിചാരിച്ചതിന് 2025 മാർച്ച് 30 ഡേയ്സ് ഓഫ് ഗ്ലോറിയുടെ അവസാനത്തെ സെഷനിൽ പരിശുദ്ധാത്മാവ് റീആക്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക, മഹത്വത്തിന്റെ ധനത്തെ സ്വീകരിക്കുക, മഹത്വത്തിന്റെ ധനത്തെ സ്വീകരിക്കുക. കനേഡിയൻ ഡോളർ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അമേരിക്കൻ ഡോളർ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ മണി അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നൽകുന്ന മഹത്വത്തിന്റെ ധനം സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ, ഇന്ന് രാത്രി അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. കഷ്ടതകൾ നിത്യമായിട്ടുള്ള തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. Yes, speak in tongues. വായുകളെ തുറന്ന് അന്യഭാഷയിൽ സംസാരിക്കുക. A fresh anointing, ഒരു പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വീഴട്ടെ, വീഴട്ടെ, വീഴട്ടെ. പുതിയ അഭിഷേകം വീഴട്ടെ, പുതിയ അഭിഷേകം വീഴട്ടെ. Yes, ഇവിടേക്ക് പുതിയ മഞ്ഞ് പെയ്യുന്നത് പോലെ, ഫ്രഷ് സ്നോ വീഴുന്നത് പോലെ, ഒരു ഫ്രഷ് anointing, ഒരു ഫ്രഷ് ടച്ച് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. Receive and take it in Jesus' name. Hallelujah. Hallelujah. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. കരങ്ങൾ ഉയർത്തിയ